ബാലചന്ദ്രൻ വന്നെത്തുകയാണ്. ബാലചന്ദ്രൻ വന്നെത്തിക്കഴിയുമ്പോൾ അലീനയുടെ കാര്യത്തെ ചൊല്ലി വൈജയന്തി പ്രശ്നമുണ്ടാക്കി തുടങ്ങുന്നുണ്ട്. ഇതേ സമയമാണെങ്കിൽ നമ്മുടെ ബാലേന്ദ്രൻ പറയാണ്, ഞാനില്ലാത്തപ്പോൾ ആരാണ് എൻ്റെ വീട്ടിൽ വന്ന് എൻ്റെ സാധനങ്ങളൊക്കെ പരിശോധിക്കുകയും എൻ്റെ സാധനങ്ങളുടെ മേൽ കയ്യേറ്റം ചെയ്യുകയും ചെയ്തത് എന്ന് ചോദിക്കുകയാണ്. ഇതേ സമയം എന്താ എനിക്കതിനുള്ള അധികാരമില്ലേ എന്ന് വൈജയന്തി ചോദിക്കുന്നു. നിനക്ക് അധികാരമുണ്ടായിരിക്കും, പക്ഷേ എൻ്റെ സാധനങ്ങൾ തൊടാൻ ഉള്ള അധികാരമില്ല എന്ന് പറയുന്നു. കൂടാതെ ഇത് നിൻ്റെ കൊല്ലപ്പള്ളി വീടൊന്നുമല്ല. ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയവൾ ആര് ക്ഷണിച്ചിട്ടാണ് ഇങ്ങോട്ട് വന്നത് എന്ന് ചോദിക്കുന്നു. ഞാൻ നിന്നോട് പറഞ്ഞോ ഇവിടേക്ക് വരാനായിട്ട് എന്നുകൂടി ബാലചന്ദ്രൻ കൂട്ടിച്ചോദിക്കുന്നു. കൂടാതെ എൻ്റെ പണമാണ്, ഞാൻ സമ്പാദിച്ചതാണ്, അല്ലാതെ നീയോ നിൻ്റെ വീട്ടുകാരോ എനിക്ക് ഓശാരം തന്ന പൈസയൊന്നുമല്ല ഞാൻ അലീനയ്ക്ക് കൊടുത്തത് എന്ന് ബാലചന്ദ്രൻ ഉറക്കെ പ്രഖ്യാപിക്കുകയാണ്. അതെന്താ ബാലചന്ദ്ര അങ്ങനെ പറഞ്ഞത് എന്ന് ചോദിക്കുമ്പോൾ, പിന്നെ എൻ്റെ പണം ചിലവാക്കാനും എനിക്കിഷ്ടമുള്ളവർക്ക് കൊടുക്കാനും നിൻ്റെ അനുവാദം ചോദിക്കേണ്ട ആവശ്യകത എന്താണ്? എൻ്റെ മക്കളോട് ഞാൻ ചോദിച്ചു, അവർക്ക് പ്രശ്നമില്ല എന്ന് പറഞ്ഞു, ഞാൻ കൊടുത്തു, അത്രമാത്രം എന്ന് പറയുന്നു. അപ്പോൾ എന്നോട് ചോദിക്കണ്ടേ എന്ന് ചോദിക്കുമ്പോൾ, എന്തിന്? എന്നെ ഉപേക്ഷിച്ച് എൻ്റെ മക്കളെ ഉപേക്ഷിച്ച് പോയ നിന്നോട് എന്തിനു ചോദിക്കണം? ഓടിപ്പോയവളല്ലേ നീ, നിന്നെ എനിക്ക് വേണ്ടെന്ന് തന്നെ വെച്ചോളൂ എന്ന് പറയുന്നത് കാണാൻ കഴിയുന്നുണ്ട്. അതെന്തു പറ്റി? ആ അലീന എന്ന് പറയുന്ന നാശം വരുന്നവരെ ഒരു പ്രശ്നം ഉണ്ടായില്ലല്ലോ എന്ന് പറയുമ്പോൾ, അതിന് ശേഷമല്ലേ പല കഥകളും ഞാൻ അറിഞ്ഞത് എന്ന് പറയുന്നു. കഥകളോ? എന്ത് കഥകൾ എന്ന് ചോദിക്കുന്നു. നീയല്ലേ ഒരുപാട് കഥകൾ മൂടി വെച്ചിരിക്കുന്നത്, ഉറപ്പിച്ച് വെച്ചിരിക്കുന്നത്. നിൻ്റെ കാര്യങ്ങളൊക്കെ എനിക്ക് നല്ല രീതിയിൽ അറിയാൻ വൈജയ്. നിൻ്റെ ചരിത്രവും ഞാനിപ്പോൾ ഏതാണ്ട് പൂർണ്ണമായി മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുകയാണ്. എനിക്കെന്തായാലും നിന്നെ വേണ്ട എന്നുള്ള കാര്യം തീർച്ച തന്നെയാണ്. നീ എന്തിനാ നാണം കെട്ട് എൻ്റെ വീട്ടിലേക്ക് കയറി വന്നത് എന്ന് ബാലചന്ദ്രൻ ചോദിക്കുകയാണ്. ഒടുവിൽ ഉത്തരം കിട്ടാതെ വൈജയന്തി തല താഴ്ത്തി നിൽക്കുകയാണ്. എൻ്റെ വീട്ടിൽ നീ ഉള്ളതുവരെ എനിക്ക് അസ്വസ്ഥതകേടാണ്. നിന്നെപ്പോലൊരു ശല്യവും ഒരു ചതിയും നിറഞ്ഞവൾ എൻ്റെ വീട്ടിൽ പാടില്ല എന്നുകൂടി ബാലചന്ദ്രൻ പറയുകയാണ് എന്ന് കാണാൻ കഴിയുന്നുണ്ട്, സാധിക്കുന്നുണ്ട്. പ്രേക്ഷകരെ, പ്രിയ കൂട്ടുകാരെ, വൈജയന്തി ആകെ പെട്ടുപോവുകയാണ് കേട്ടോ. അപ്പോൾ റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ